ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പച്ചമാങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിന് കടുക്, ഉലുവ, കായം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, വിനാഗിരി, ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. മെയിൻ ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ മാങ്ങയും ക്യാരറ്റും ഉപ്പ് തേച്ച് കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും വെക്കുക, റെസ്റ്റ് ചെയ്യാൻ. ഇനി തുടങ്ങാം. ആദ്യം നല്ലെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കടുക് ആദ്യം ഇടാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉലുവയും കൂടെ അതിലേക്ക് ചേർക്കാം. കടുകും ഉലുവയും നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ആഡ് ചെയ്യുക. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത് മൂന്നും ഇടുക. ഇവിടെ ഞാൻ നൈസായിട്ട് കറിവേപ്പില ഇടാനൊന്ന് ചെറുതായിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നവർ കറക്റ്റ് ടൈമിൽ തന്നെ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ കൈ വിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു പച്ചമണമൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് കുറച്ചും കൂടെ ഉപ്പും ചേർക്കാം. നല്ല ഒരു ബ്രൗൺ നിറത്തിലാകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കായപ്പൊടി കൂടെ മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്താണ് ഞാൻ കറിവേപ്പിലയുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ആ ഒരു ടൈമിലാണ് കറിവേപ്പില ഇട്ടത്. തുടർന്ന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വിനാഗിരി എടുക്കുക. ആ വിനാഗിരി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ മിശ്രിതം മിക്സ് ചെയ്യുക. ആ വിനാഗിരിയും കൂടെ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ മിശ്രിതം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും ക്യാരറ്റും ഉപ്പ് തേച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെറും ഒരു 2 മിനിറ്റോ സമയം മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പച്ചമാങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള അച്ചാർ ഇവിടെ റെഡിയാണ്. ഈ ഒരു മാംഗോ സീസണിൽ എല്ലാവരും മാങ്ങയും ക്യാരറ്റും ഉള്ളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടാതെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.